വെറൈറ്റി കണ്ടൻ്റായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കണത്. ഇന്ന് ഞാനൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചേ. ഇത് രണ്ടും എൻ്റെ ചോറൂണിൻ്റെ ആൽബമാണ് കേട്ടോ. അതിൽ എന്തുട്ടൊക്കെ ആയിട്ടുണ്ട്, എന്നിട്ട് മഞ്ഞൾ വെള്ളമാണ് തോന്നണു. അപ്പോൾ ഇത് തുറക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ എൻ്റെ പേരുണ്ട് കേട്ടോ, അനാമിക ചോറൂണ് 20/8/2006. അപ്പുറത്ത് എന്തുട്ടാണെന്നറിയോ, ഞാൻ സൈനിട്ട് വെച്ചേക്കണതാണ് കേട്ടോ. എനിക്ക് ബോധം വെച്ചപ്പോൾ എനിക്കൊരു അതെല്ലാവർക്കും ഉണ്ടായില്ല ഒരു കാലത്ത് ഒരു തരം പ്രാന്ത്, ഇങ്ങനെ സൈനിട്ട് പിടിക്കില്ല. അങ്ങനെ ഞാൻ സൈനിട്ട് പിടിച്ചതാണ് കേട്ടോ. ചോറൂണിൻ്റെ ബുക്കിൽ മുന്നേ തന്നെ ചെയ്തിട്ടുണ്ടേ. ഇതെൻ്റെ ഫേവറേറ്റ് പാവയാണ്. ഇത് ഞാനാണ്. ഇതെനിക്ക് കാണുമ്പോൾ എന്തോ പോലെ തോന്നുക. ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ്. അപ്പുറത്ത് ഞാനും. അപ്പോൾ അതാ എനിക്ക് പേരിടുക കേട്ടോ. പേരിടുന്ന അന്ന് തന്നെയാണ് തോന്നുന്നു ചോറും കൊടുത്തത്. എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ തന്നെ തോന്നുന്നു. അപ്പോൾ അതാ ഇത് എൻ്റെ അച്ഛനമ്മ സൈഡിലിരിക്കണം, നടുക്കിൽ അച്ചാച്ചിരുന്നിട്ട് എനിക്ക് ചോറ് തരികയാണ് കേട്ടോ. പിന്നെ എന്തിട്ടാണ് ഇതിൽ അതേതായി എനിക്കിങ്ങനെ ഓരോ ആഭരണങ്ങളൊക്കെ ഇടിച്ചുകൊണ്ടിരിക്കാനായിട്ടാ എൻ്റെ ബന്ധുമിത്രാദികളൊക്കെ വന്നിട്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ വീണ്ടും ഇടയ്ക്കത്തെ പേജിലും സൈനിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഫുൾ അനാമിക എന്ന് എഴുതിയിട്ടുള്ള ഓരോ കുത്തിവരെയൊക്കെയാണ് എൻ്റെ സൈന്. എന്താ ചെയ്യുക, ഓരോ കാലത്ത് ഓരോ പ്രാന്ത്. പിന്നെ ഇതാ എൻ്റെ സിംഗിൾ ഫോട്ടോയാണിത്. കരഞ്ഞിട്ടാണ് കേട്ടോ നിൽക്കുന്ന. ആൾക്കാർ വന്നപ്പോൾ എനിക്ക് കരച്ചിൽ വന്ന് ഞാൻ ഇൻട്രോവേർട്ടായിരുന്നു എന്നാണ് കേട്ടോ അമ്മയൊക്കെ പറയാറുള്ളത്. അങ്ങനെ ആളും എപ്രാളൊക്കെ കേട്ടപ്പോൾ ഞാൻ കരഞ്ഞിരുന്നു. ഇത് നോക്കി നോക്ക് എൻ്റെ മക്കളെ, ഇത് ഏത് ഫോട്ടോഗ്രാഫർ എടുത്തതാണോ? ഞാൻ കണ്ണടച്ചിരിക്കുമ്പോൾ എൻ്റെ മാതാശ്രീ വിളിച്ച് വാങ്ങിയിട്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതെൻ്റെ അച്ചാച്ചനും ഞാനുമാണേ. പിന്നെ ഇതെൻ്റെ അനിയത്തിയും ഞാൻ. പിന്നെ ഇതെൻ്റെ പണ്ടത്തെ ഫോട്ടോയാണ്. പിന്നെ ഇതാണ് എൻ്റെ പപ്പാജി മമ്മാജി. പിന്നെ നടുക്കിൽ ഞാൻ എന്തായിരിക്കുന്നു. ഇതെൻ്റെ സിസ്, ഇത് ഞാൻ. പണ്ടത്തെ ഫോട്ടോയാണ്. പിന്നെ ഇതാരാ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ വെറുതെ വിടണ്ടെന്ന് വിചാരിച്ച്, അപ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ച്. എന്നെക്കൊണ്ട് ഇതല്ലേ പറ്റുള്ളൂ. പിന്നെ എന്തിട്ടാ ഇതെൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോയാണ്. എല്ലാ ക്ലാസ്സിലും എടുക്കുന്ന ക്ലാസ് ഫോട്ടോ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാൻ കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ 1C എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 1ാം ക്ലാസ്, ഇത് 3ാം ക്ലാസ്, അങ്ങനെയാണ് കേട്ടോ കിടക്കണത്. അപ്പോൾ ഇത് 4ാം ക്ലാസ്സിലെ ഫോട്ടോയാണ്. പിന്നെ എപ്പോഴും ഞാൻ അങ്ങനെ കരഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കുക. 6:30 മണിയിലാണ്. അമ്മയുടെ അടുത്ത് മാത്രമാണ് ഞാനിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എപ്പോഴും ഞാൻ മുങ്ങിയിട്ടാണ് ഇരിക്കുക. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സിനോടാണ് കേട്ടോ പറയണേ, ഏത് കൊല്ലത്തെ ക്ലാസ് ഫോട്ടോ വേണമെങ്കിലും കോണ്ടാക്ട് മീ.